ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. എല്ലാ ജീവജാലങ്ങളിലും ഒരേ ചൈതന്യമാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകുമ്പോൾ ഞാൻ തന്നെയാണ് എല്ലാത്തിലും എന്ന പരമസത്യമാണ് നമുക്ക് വെളിവായി കിട്ടുന്നത്. അതിനാൽ ഒരു കവി പറയുകയാണ്, അന്യോന്യം ചേതന കണ്ടാതിരിക്കെ ദൈവീകമായി തീരുമീരേഴു ലോകം, മൃണ്മയമായി കൺമതേതൊന്നും പിന്നെ ചിന്മയമായി കണ്ടു നിർവൃതി നേടാം. എത്ര പരമമായ ഒരു കാഴ്ചയാണ്! അതാണ് സുദർശനം. ശരിയായ കാഴ്ചപ്പാട് അതാണ്. അന്യോന്യം ചേതന കണ്ടാതിരിക്കെ പരസ്പരം ആ ചൈതന്യത്തെ കാണുമ്പോൾ നമുക്ക് ആദരവല്ലേ തോന്നുന്നത്? സർവേശ്വരൻ, ഈ ജഗത്തിൻ്റെ മുഴുവൻ നാഥനെ നാം ഭാവന ചെയ്യുമ്പോൾ നമുക്കതിനോട് ആദരവും ബഹുമാനവും മാത്രമേ തോന്നുകയുള്ളൂ. അത് എന്നിലും നിറഞ്ഞിരിക്കുന്നു, മറ്റെല്ലാവരിലും അത് തന്നെയാണ്. അതാണ് അന്യോന്യം, തമ്മിൽ തമ്മിൽ. ചേതന കണ്ടാതിരിക്കെ എന്നിലും അതേ ചേതന തന്നെ മറ്റ് സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നതായി കാണുമ്പോൾ നമുക്ക് ആദരവ് മാത്രമേ തോന്നുകയുള്ളൂ. അതാണ് അന്യോന്യം ചേതന കണ്ടാതിരിക്കെ ദൈവീകമായി തീരും ഈരേഴു ലോകം. 14 ലോകവും ദൈവികമായി നമുക്കനുഭവമാകും. നാം ഒരു പച്ചക്കണ്ണട വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലായിടവും നമുക്ക് പച്ചയായി തോന്നുന്നത് പോലെ, അതുപോലെ മൃണ്മയമായി കാൺമതെല്ലാം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ ആ ഭാവത്തിലാണ് നാം കാണുന്നത്. നശ്വരമായ പദാർത്ഥങ്ങളെല്ലാം, അതാണ് മൃണ്മയം, മരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ചിന്മയമായി കണ്ടു നിർവൃതി നേടാം. അതിനകത്തും ആ മൃണ്മയമായിരിക്കുന്ന വസ്തുവിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ കണ്ട് നമുക്ക് ആനന്ദിക്കാം, നിർവൃതി നേടാം. സന്തോഷത്തോടു കൂടി ഈ പ്രപഞ്ചത്തിലേക്ക് ഇതിൻ്റെ സുന്ദരഭാവത്തെ കണ്ട് നമുക്ക് ആസ്വദിക്കാം. അതാണ് നാം ചെയ്യേണ്ടതായ പരമസത്യം. അതിനാൽ ഇത് നാം നിരന്തരം ഈ സുഭാഷിത രത്നത്തെക്കാൾ വിലയേറിയതാണ് സുഭാഷിതങ്ങൾ. നമ്മുടെ ജീവിതത്തെ ഉദ്ധരിക്കാൻ ഉതകുന്നവയാണ് സുഭാഷിതങ്ങൾ. ആ സുഭാഷിതങ്ങളെ നിരന്തരം നമ്മൾ മനനം ചെയ്ത് നമ്മുടെ ജീവനെ ഈ മൃണ്മയമായവയിൽ നിന്നും ഉദ്ധരിച്ച് ചിന്മയമാക്കി തീർക്കേണ്ടതാണ്. അന്യോന്യം ചേതന കണ്ടാതിരിക്കെ ദൈവീകമായി തീരും ഈരേഴു ലോകം, മൃണ്മയമായി കാണുന്നതേതൊന്നതും പിന്നെ ചിന്മയമായി കണ്ടു നിർവൃതി നേടാം. സർവ്വത്തിലും ആ ചൈതന്യത്തെ കണ്ടുകൊണ്ട് നമുക്ക് ആ നിർവൃതി നേടാൻ സാധിക്കുന്നതാണ്. ഇത് നാം നിരന്തരം മനനം ചെയ്ത് ഉറപ്പിക്കേണ്ട ഒരു പരമസത്യം മാത്രമാണ്.